ചേംബറിൻ്റെ ജനറൽ ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ മോശമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോർട്രേ ചെയ്യപ്പെട്ടു. ഞാനൊരു സ്ത്രീ നിർമ്മാതാവാണ്, ഞാൻ ചേംബറിൻ്റെ ഭാഗമാണ്, എന്നിട്ടും എൻ്റെ മുന്നിൽ വെച്ച് അവർ ഇത്രയും മോശമായിട്ട് അതിനെ ഞാൻ അവിടെ വെച്ച് തന്നെ അത് പ്രതികരിച്ചു. ഇത്രയും നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇവരാരും മിണ്ടിയിട്ടില്ല. പക്ഷേ നിവിൻ പോളിക്കൊരു പ്രശ്നം വന്നപ്പോൾ മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് വന്ന് പ്രസ് നോട്ട് ഇറക്കി. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലിസ്റ്റിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ലിസ്റ്റിൻ. അപ്പം ലിസ്റ്റിൻ ഇതിൻ്റെ ഭാഗമായി മാറിയതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും ഭയപ്പെടുന്നത് മീഡിയയുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ഇതേ വിവാദം അവർക്ക് നേരെ വരുമോ എന്നുള്ളത് അവരെല്ലാവരും ഭയപ്പെടുകയാണ്. ഇപ്പോൾ വളരെ പ്രബലമായ സംഘടനയാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞാൽ പോലും അവരും അവിടെ കൂച്ചുവലം കിട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാവരെയും, എല്ലാ അസോസിയേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന വളരെ കുറച്ച് പേരാണ്. എന്തുകൊണ്ട് ഷെയ്ൻ നിഗത്തിന്റെ മാത്രം കേസ് ഒരു വലിയ പ്രസ് മീറ്റ് വരുത്തി കത്ത് പുറത്തു വരുന്നു? നമ്മൾ സംഘടനയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത് ലീക്കാവുന്നത് പ്രസ്സിൽ? നിർമ്മാതാവും അഭിനേതാവുമായ സാന്ദ്ര തോമസ് ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. സാന്ദ്ര സംസാരിച്ചു. നമസ്കാരം. വലിയ വിവാദ പെരുക്കത്തിനിടയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും മലയാളത്തിൽ ബാലതാരമായി വന്നിട്ട് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട എല്ലാ ആക്ടേഴ്സിൻ്റെയും കൂടെ സഞ്ചരിച്ച് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയത്. എനിക്കറിയാം സാന്ദ്രയ്ക്ക് പുറകിലുള്ള ഈ ഫ്രൈഡേ ഫിലിംസിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് മലയാളത്തിലൊരു വനിതാ പ്രൊഡ്യൂസർ വരുന്നു. വനിതാ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് വെച്ചിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമല്ല, അതിൻ്റെ ഒരു എൻ്റയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടായിരുന്നു സാന്ദ്ര വന്നത്. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾ അന്ന് ലോഞ്ച് ചെയ്ത പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസ് കൂടിയാണ്. ശരിക്ക് സാന്ദ്ര മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം, മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിക്കുന്ന പ്രൊഡ്യൂസർ കൂടിയാണ് സാന്ദ്ര. ശരിക്കും സാന്ദ്ര ഉൾപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൽ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പബ്ലിക്കിന് മുന്നിൽ സംസാരിക്കുന്ന അത്തരം ശീലമുള്ള ആളുകളാണ് അതിൻ്റെ ഓഫീസ് ബെയറേഴ്സ്. പക്ഷെ അവർ തുടർച്ചയായിട്ട് പ്രസ് റിലീസ് മാത്രം ഇറക്കിയിട്ട് സംസാരിക്കണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിലും സാന്ദ്ര ഇത് സംസാരിക്കണം എന്ന് തീരുമാനിച്ചതിന് പിന്നിലുള്ള കാരണം എന്തൊക്കെയായിരിക്കും? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഇതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു വന്നതിന് ശേഷം ഇത് അതിൻ്റെ ഒരു പിറ്റേ ദിവസം ചേംബറിൻ്റെ ജനറൽ ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ മോശമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോർട്രേ ചെയ്യപ്പെട്ടു. അപ്പോൾ അത് എൻ്റെ മുന്നിൽ വെച്ച് സംഭവിച്ചപ്പം എനിക്കത്, ഞാനൊരു സ്ത്രീ നിർമ്മാതാവാണ്, ഞാൻ ചേംബറിൻ്റെ ഭാഗമാണ്, എന്നിട്ടും എൻ്റെ മുന്നിൽ വെച്ച് അവർ ഇത്രയും മോശമായിട്ട് അതിനെ ഞാൻ അവിടെ വെച്ച് തന്നെ അത് പ്രതികരിച്ചു. അവിടെ വെച്ച് തന്നെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് അതവിടെ മീഡിയനെ പുറത്തിറക്കിയതിന് ശേഷം അവിടെയുള്ള എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ സ്റ്റേജിൽ പോയിട്ട് ഞാൻ അവിടെ ഓഫീസ് ബെയറേഴ്സിനോടായിട്ടും എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഇടയിൽ വന്നൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല, നമ്മൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ പൊതുവായി വന്നൊരു ചർച്ച. അപ്പോൾ ഞാൻ അവിടെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓരോ സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സെറ്റിലാണ്. ഞാൻ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തൊരു വ്യക്തിയാണ്. ഞാൻ ഈ ചേംബറിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത്, അതായത് ഇപ്പോൾ മീഡിയ അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കുറേ ലൈംഗിക ആരോപണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഹേമ കമ്മിറ്റിക്ക് ഒരുപാട് ഫൈൻഡിങ്സ് ഉണ്ട്. അതിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മുന്നോട്ട് വരണം എന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ സ്റ്റേജിൽ കയറി പറഞ്ഞിരുന്നു. അപ്പോൾ പലരും എന്നെ വിളിച്ച് നന്നായി അത് ചെയ്തത് നന്നായി എന്നൊക്കെ പറഞ്ഞതല്ല, നമ്മൾ ചെയ്യാം. ഫോണിൽ കൂടെ എല്ലാവരും, അല്ല നേരിട്ടും അടുത്ത് വന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. അപ്പം നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനമാക്കാം. അപ്പം എന്ന് ചോദിച്ചപ്പം അടുത്ത മാസം 9-ാം തീയതി. അപ്പം ഇങ്ങനെ ഡിലേ ചെയ്യാണ്, മനഃപൂർവ്വമാണ്.
ഡിലേ ചെയ്യാണ്. പക്ഷെ ഓക്കെ, എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യാം, നമ്മൾ ഇത്രയും നമ്മൾ കാത്തതല്ലേ, ഇനിയും കാക്കാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. പക്ഷെ ഒന്നും ആവുന്നില്ല, ഒരു തീരുമാനം ആവുന്നില്ല. പല പല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, പല പല പ്രശ്നങ്ങൾ വരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അവർക്ക് കത്തെഴുതി നമുക്ക് എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കേണ്ട, അത് വേണ്ട. ആസ് എ പ്രൊഡ്യൂസർ നമ്മുടെ ഓരോരുത്തരുടെയും സെറ്റിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമുക്ക് എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മീഡിയയോട് വന്ന് പറയാലോ. ഇത് ഈ കമ്മിറ്റി റിപ്പോർട്ട് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സെറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണെന്ന് വന്നിട്ട് നിങ്ങൾക്ക് മീഡിയയോട് പറയാലോ എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ശരിയാണ്, പക്ഷെ വേണ്ട. കാര്യം എല്ലാവരും ഭയപ്പെടുന്നത് മീഡിയയുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ഇതേ വിവാദം അവർക്ക് നേരെ വരുമോ എന്നുള്ളത് അവരെല്ലാവരും ഭയപ്പെടുകയാണ്. കൂടാതെ എനിക്ക് മനസ്സിലായിടത്തോളം വേറെ പല ഇൻസ്ട്രക്ഷൻസും അവർക്കുണ്ട്. മിണ്ടാതിരുന്നാൽ മതി, ഇപ്പോൾ ഇത് കുറച്ച് നാൾ ഇത് ഇഗ്നോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മറന്നു പൊക്കോളും. അടുത്ത പ്രശ്നം വരുമ്പോൾ മീഡിയ അതിൻ്റെ പുറകെ പൊയ്ക്കോളും. അപ്പോൾ അവിടെ ബലിയാടായിത്തീരുന്നത് ആരാണ്? എന്നെ പോലുള്ള സ്ത്രീകളാണ്. ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നെ പോലുള്ള സ്ത്രീകളാണ്. അവിടെ ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും നമ്മൾ നോക്കി, നമ്മൾ ഒരുപാട് പ്രാവശ്യം അവർക്ക് ഇന്റേണൽ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ എല്ലാ മീഡിയസൊന്നും വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉള്ളിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്, അവർ വരട്ടെ, അവർ വെളിയിലേക്ക് വന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു നീക്കം അവരുടെ സൈഡിൽ നിന്ന് കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ്. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചില ലെറ്ററുകൾ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായമായി മാറുകയല്ലേ അത് അങ്ങനെ അല്ല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്നും കൂടെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അത് സിനിമ ഇൻഡസ്ട്രിയാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ ശരിക്കും പണം മുടക്കുന്ന, അതിന് മൂലധനം നിക്ഷേപിക്കുന്ന ആൾ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇൻഡസ്ട്രി വളരെ സൗഹാർദ്ദപരമാവേണ്ടത്, സ്ത്രീകളോട് വേതനത്തിൽ, തൊഴിലന്തരീക്ഷത്തിൽ ഏറ്റവും സൗഹാർദ്ദമാവേണ്ടതിൻ്റെ ആദ്യ ആവശ്യകത പ്രൊഡ്യൂസർക്കാണുള്ളത്. അപ്പോൾ ഒന്നാമത് പ്രതികരിക്കേണ്ടിയിരുന്ന സംഘടന കംപ്ലീറ്റ് സൈലൻസിൽ പോവുക. അതിൽ ഈ പറയുന്ന ഒരു പേരിന് മാത്രമുള്ളൊരു പ്രസ് റിലീസ് ഇറക്കുക, അവിടെ ഇവിടെയും തൊടാതെ, അതിലൊരു വ്യക്തമായ പ്രതികരണത്തിന്. അല്ല, അവിടുത്തെ ആ പ്രസ് റിലീസ് പോലും ഞാൻ കൊടുത്ത കത്തിന് കോപ്പി ചെയ്ത് അയച്ചതാണ്. അതിന്റെ പോലും ഒരു കേർട്ടസി സേക്ക് എന്നെ വിളിച്ചിട്ട് സാൻഡ്രയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് റിലീസ് ഇറക്കുന്നുണ്ടെന്ന് പോലും പറയാനുള്ള ഒരു കേർട്ടസി അവർ കാണിച്ചില്ല. ഇതിലൊക്കെ ഞാൻ അജിറ്റേറ്റഡ് ആണ്. അതെ, ഏറ്റവും ആദ്യത്തെ പ്രസ് റിലീസ് ഞാൻ കൊടുത്ത ലെറ്ററിനെ ആസ്പദമാക്കിയാണ് അവർ എഴുതിയേക്കുന്നത്. കോപ്പി ചെയ്ത് എഴുതിയേക്കാണ്. അപ്പം സെയിം അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ട് ഞാനിത് അറിയുന്നത് ചേംബറിൽ, ഞാൻ ഇതേ ലെറ്റർ തന്നെ ചേംബറിന് അയച്ചു. അപ്പൊ ഉടനെ ചേംബറിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാൻഡ്ര അയച്ച കത്തും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അയച്ചേക്കുന്ന പ്രസ് നോട്ടും സെയിം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ പ്രസ് നോട്ട് എടുത്ത് നോക്കുന്നത്. ശരിയാണല്ലോ, ഇത് രണ്ടും ഒന്നാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ നമുക്കറിയാം പല കാലങ്ങളിലായിട്ട് മലയാളത്തിൽ അതിഗംഭീരമായ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ തലപ്പത്തുള്ള ഒരു നേതൃത്വം കെടുത്താണ്. നമ്മൾ എല്ലാ ഭാഷയിലും നോക്കി അറിയാം, കാലങ്ങളായിട്ടുള്ള സ്റ്റുഡിയോ, കാലങ്ങളായിട്ടുള്ള നിർമ്മാതാവ്, അല്ലെങ്കിൽ സംവിധായകരും നിർമ്മാതാവിനും ഇൻഡസ്ട്രിയിൽ ഭയങ്കര വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു ഭയന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ താരസംഘടനയോ FK ഒക്കെ ഭയന്ന് അവരുടെ ഒരു വിധേയത്വ സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ മാറുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റീസൺ? ചന്ദ്ര പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന താരസംഘടനയുടെ ഉപസംഘടനയായിട്ട് അത് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു സൈലൻസ് കാണുന്ന സമയത്ത് മറ്റുള്ളവരും അത് സംശയിക്കുമല്ലോ. എന്തായിരിക്കും അതിൻ്റെ കാരണം? എന്തായിരിക്കും കാരണം? അത് തന്നെയാണ്, ഇത് വളരെ എവിഡൻ്റ് അല്ലേ. അതായത് ഇപ്പം ഇതൊരു ആർട്ടിസ്റ്റ് ഡ്രിവൻ ഇൻഡസ്ട്രി ആണ്. അപ്പോൾ അത് അങ്ങനെ ആയി മാറി. പണ്ടത് അങ്ങനെയല്ലായിരുന്നു. പണ്ടത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് എന്നോട് ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിജയരാഘവൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം പണ്ട് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒക്കെ ഇപ്പോൾ ഡയറക്ടറിൻ്റെയും ആക്ടറിൻ്റെയും പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പടത്തിന്റെ പേരുവാണല്ലോ, ആദ്യത്തെ പടത്തിന്റെ പേര്. അന്ന് അത് ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ്സിന്റെ പേരിലായിരുന്നു ഫ്രൈഡേ ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് അതിനുശേഷമാണ്. പക്ഷേ ഇന്നത് ആർട്ടിസ്റ്റ് ഡ്രിവൻ ഇൻഡസ്ട്രി ആയി മാറിയപ്പോൾ അന്നും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ അതിനുള്ള എഫേർട്ട് എടുത്ത് നമ്മളായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി. പിന്നെയും കുറേ പ്രൊഡക്ഷൻ ഹൗസസ് അതിൻ്റെ പിന്നാലെ വന്നെങ്കിൽ പോലും ഇത് വീണ്ടും ഇപ്പോൾ OTT പല പല പ്ലാറ്റ്ഫോംസ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും അതേ
ബാക്ക് ടു സ്ക്വയർ വൺ ആണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പോൾ വളരെ പ്രബലമായ സംഘടനയാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞാൽ പോലും അവരും അവിടെ കൂച്ചുവലം കിട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒന്നും ഇപ്പം AMMAയിൽ നിന്ന് പറയുന്നതിൻ്റെ ഒരു വാക്ക് അപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ എല്ലാവരെയും എല്ലാ അസോസിയേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന വളരെ കുറച്ച് പേരാണ്. അപ്പം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആർക്കും മുന്നോട്ട് വന്ന് പറയാനായിട്ട് ഭയമാണ്. അതായത് അപ്പോൾ ഈ സ്റ്റാർ ഡ്രൈവർ എന്ന് പറയുമ്പോൾ താരങ്ങളുടെ ഡേറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ താരങ്ങളുടെ ഡേറ്റ് നഷ്ടപ്പെടും, കിട്ടിയ ഡേറ്റ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നാളെ താരങ്ങൾ പഴയ പോലെ പരിഗണിക്കില്ല എന്നുള്ള പേടിയായിരിക്കുമല്ലോ ഉറപ്പായും ഈ പറയുന്ന അസോസിയേഷൻ തലപ്പത്തുള്ളവർക്കും പ്രതികരിക്കാത്തവർക്കും ഉണ്ടാവുക. അതിനപ്പുറത്തൊരു വിധേയത്തിന്റെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒരു അല്ലെങ്കിൽ അവരുമായിട്ട് കോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡേറ്റ് മാത്രമല്ല, എന്തെങ്കിലും ഒരു പരിപാടി വേണമെങ്കിലും ഇതേ താരങ്ങൾ തന്നെ വേണ്ടേ. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ബിൽഡിംഗ് പണിതതിന്റെ ഭാഗമായിട്ട് കുറച്ച് കടമുണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടി അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പം മഴവിൽ മനോരമയുമായി ഒരു പരിപാടി നടത്തി അതിലേക്ക് ഫണ്ട് വേണ്ടിയിട്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടിട്ട് തന്നെ നടത്തിയല്ലേ? അല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് നടത്തിയ, ഇതിനു മുമ്പ് ഒരു പരിപാടി നടത്തി ഖത്തറിൽ നടത്തി, അത് ഫ്ലോപ്പ് ആയതിന്റെ ഭാഗമായിട്ട് ഈ പരിപാടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി അമ്മ ചെയ്തു കൊടുത്തതാണ്. അല്ല, എനിക്കൊന്ന് ഈ സംഘടനാ തലപ്പത്ത് എക്സിക്യൂട്ടീവിൽ അടക്കമുള്ള ഒരു എതിരഭിപ്രായങ്ങളിലൊന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഈ വിധേയത്വത്തിന് പിന്നിൽ ഈ അമ്മ മഴവിൽ ഷോയിൽ നിന്ന് കിട്ടുന്ന ഒരു സാമ്പത്തിക സമാഹരണം, അതിൻ്റെ പേരിൽ അവരോടൊരു നന്ദിയും കൂറും കാണിക്കണം എന്ന് കരുതിയിട്ട് ഏറ്റവും നിർണായക സമയത്ത് അവർ സൈലൻസ് ആയി എന്നുള്ളതാണ്. അതായത് ശരിക്കും പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു 50 വർഷം എടുത്താൽ സംസാരിക്കേണ്ട ഏറ്റവും സുപ്രധാന ഘട്ടത്തിൽ ഈ പറയുന്ന താരസംഘടനയെ ഭയന്ന് മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ കിട്ടിയ ഒരു വടിയാ അല്ലേ ഈ സമയത്ത്. ഇത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. ഇൻഡസ്ട്രിയെ കൺട്രോളിൽ കൊണ്ടുവരാനും മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും എല്ലാത്തിനും ഈ റിപ്പോർട്ട് ഉപകരിച്ചേനെ അവരെ. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാനും പറ്റിയില്ല. മാത്രമല്ല അവരുടെ ഒരു ഉപസംഘടനയായി വർക്ക് ചെയ്യുന്ന ഒരു സംഘടന എന്ന പോലെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന, അതനുസരിച്ച് പ്രസ് റിലീസ് ഇറക്കുക. ഇപ്പോൾ ഇത്രയും നാള് ഇപ്പം ഞാൻ ആ കത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ഇത്രയും നാള് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇവരാരും മിണ്ടിയിട്ടില്ല. പക്ഷേ നിവിൻ പോളിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് വന്ന് പ്രസ് നോട്ട് ഇറക്കി. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ബാക്കിയുള്ള അതിൽ നമുക്കാർക്കും വിഷമം ഉണ്ടായിട്ടല്ല. അതായത് ഇപ്പൊ നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ എല്ലാ കാര്യത്തിലും ഇതുപോലെ പ്രോംപ്റ്റായിട്ട് പെരുമാറണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് അർഹിക്കുന്നില്ലേ? ഇപ്പൊ നമ്മളെ പോലുള്ള സ്ത്രീകളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ ഇങ്ങനെ കാണിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു ഇപ്പം 2 വനിതാ നിർമ്മാതാക്കളാണ്, സാന്ദ്രയും ഷീലയുമാണ് ഈ കത്ത് എഴുതിയേക്കുന്നത്, അതിൽ സൈൻ ചെയ്തേക്കുന്ന എഴുതിയേക്കുന്നതും സൈൻ ചെയ്തേക്കുന്നതും മാത്രമേ ഉള്ളൂ. എല്ലാ വനിതാ നിർമ്മാതാക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം. എല്ലാവർക്കും ഭയമാണ്. ഉറപ്പായും എല്ലാ വനിതാ നിർമ്മാതാക്കളുമായിട്ടും സാന്ദ്ര സംസാരിച്ചിട്ടുണ്ടാവും. അതല്ലാതെ ഈ ജനറൽ ബോഡിയിലുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അംഗത്തുള്ള ചേംബറിൽ അംഗത്തുള്ളവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടാവും. എന്താണ് സത്യത്തിലൊരു ഇതൊരു പൊതുവികാരത്തിന്റെ പ്രതിഫലനമായിട്ട് എഴുതിയതാണോ? എന്താ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായതെന്താ? ഇതൊരു പൊതുവികാരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാര്യം സ്ത്രീകൾ അവിടെ വളരെ കുറവാണ്. അതായത് എനിക്ക് ടോട്ടൽ നമ്പർ അറിയില്ല എത്ര മെമ്പർഷിപ്പ് അവിടെ ഉണ്ടെന്ന് പറയും. ഏകദേശം 400 അടുപ്പിച്ച് 350-400 പേരോളം മെമ്പേഴ്സ് ഉണ്ട് അവിടെ. അതിൽ തന്നെ കൂടിപ്പോയാൽ 15 അല്ലെങ്കിൽ ഒരു 18 ആണ് സ്ത്രീ നിർമ്മാതാക്കൾ ഉള്ളതിൽ. അതിൽ കൂടുതലും പലരും ഭാര്യമാരുടെ പേരിൽ ചെയ്തേക്കുന്നതാണ്, അങ്ങനെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വളരെ വളരെ കുറവാണ്. ആക്റ്റീവായി സജീവമായി സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെ 5 പേരിൽ താഴെയായിരിക്കും. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഉന്നയിച്ച പല പ്രശ്നങ്ങളും, ഞാനിപ്പോൾ കത്തിൽ എഴുതിയേക്കുന്ന കൂടുതലും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ മീഡിയയിൽ പറഞ്ഞ പല പ്രശ്നങ്ങളും എന്നെ ഇന്നലെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു, മെമ്പേഴ്സായിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഞാൻ
എല്ലാവരുടെയും വികാരമാണ് ഞാൻ ആ പറഞ്ഞത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷമാണ്. കാര്യം എനിക്ക് വന്ന കോൾസ് അവരൊക്കെ പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വെച്ച് നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇവരെയൊക്കെ ഭയന്ന് നടക്കുന്നവരായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും പേടിയാണ് പറയാനായിട്ട്. ഇപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ട്, ആരെങ്കിലും ചോദ്യം ചെയ്യേണ്ടേ ഇതൊക്കെ. എത്രയോ വർഷങ്ങളായിട്ട് ഇവർ തന്നെ ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് ഇരിക്കുകയാണ്, നമ്മളാരും ഒന്നും അറിയുന്നില്ല. ഒരു ജനറൽ ബോഡി വിളിച്ചാൽ തന്നെ 11:30 ആകുമ്പം ജനറൽ ബോഡി തുടങ്ങും, 11:30 തുടങ്ങും ഇത്. എന്നിട്ട് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു ശകലം നേരം കൂടെ കാണും ആർക്കെങ്കിലും കയറി ഒന്ന് സംസാരിക്കാനായിട്ട്. അത് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആരെങ്കിലും കയറി വർത്താനം പറയുകയും ചെയ്യും. പിന്നെ ആർക്ക് സമയമില്ല. പിന്നെ 1 മണി ആകുമ്പോഴേക്കും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അപ്പൊ അവർക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ 1 മണിക്ക് പിരിഞ്ഞു. പിന്നെ ഇല്ല, പണ്ടൊക്കെ നമുക്ക് രാവിലെ ഉണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതിനുള്ള സമയവും സ്പേസും കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആരെയാണ് അവർ ഭയക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ചർച്ചയ്ക്ക് അസോസിയേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിറ്റ്സ് എഴുതി വെക്കുന്ന എന്താ നമുക്കറിയില്ല. മിനിറ്റ്സ് വായിച്ച് കേൾക്കണ്ടേ നമ്മള്? ഇത് നമുക്ക് അറിയുന്നില്ല എന്താണ് മിനിറ്റ്സിൽ എഴുതിയേക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഒരു രജിസ്റ്റർ വരുന്നു, നമ്മളെല്ലാവരും സൈൻ ചെയ്ത് വിടുന്നു എന്നുള്ളതല്ലാതെ മിനിറ്റ്സ് എന്താണ് എഴുതുന്നത് എന്നുള്ളത് നമ്മളാരും കേൾക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ചു പേരുടെ കൈകളിലായിട്ട് ഇത് ഇരിക്കുന്നത് ശരിയായ കാര്യമല്ല. നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞാൽ അത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. അത് 4-5 പേരുടെ അല്ലെങ്കിൽ ഒരു 10-15 പേരുടെ മാത്രം കയ്യിലിരിക്കേണ്ട സാധനമല്ല. അല്ല, ഇപ്പൊ പുറത്തുനിന്ന് കാണുമ്പോഴും കുറെ വർഷങ്ങളായിട്ട് ഈ പറയുന്ന സെക്രട്ടറി പ്രസിഡന്റ് ആവുന്നു, പ്രസിഡന്റ് സെക്രട്ടറി ആവുന്നു, അങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മാറിമറിച്ചിലല്ലാതെ പുതിയ ആളുകളുടെ വരവില്ല. എത്രയോ കാലമായിട്ട് ഈ പറയുന്ന ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷൻ തലപ്പത്ത് ഒരേ ആളുകളാണ്. അതിൽ തന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ സാന്ദ്രമായി പറയപ്പെട്ട ഈ കട്ടിലും അലമാരി അവിടെ ഇട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ളത് ഇതിൽ അങ്ങനെ ഒരു പൊളിച്ചുപടികൾ സാധ്യമാണോ? കാരണം സംഘടനയ്ക്കെതിരെ ഓരോ ഘട്ടത്തിൽ, അത് അമ്മയാണെങ്കിലും ഫെഫ്കെ ആണെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ, അങ്ങനെ തുറന്ന നിലപാടെടുക്കുന്നവർക്ക് പിന്നീട് സിനിമ സാധ്യമാവാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. സാന്ദ്ര ഇങ്ങനെ തുറന്നടിക്കുന്ന സമയത്ത് അത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണോ? ഏത് തരത്തിലാണ് ഇത് കരുതുന്നത്? ഞാനങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. ഞാനങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ഞാൻ ഇനി ഇതിന്റെ പേരിൽ എനിക്ക് സിനിമ കിട്ടിയില്ലെങ്കിലും വേണ്ട, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വലിയ സിനിമയാണ്, ചിലപ്പോൾ ഇതിന്റെ പേരിൽ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടേക്കാം. അപ്പം എന്നാലും എനിക്ക് കുഴപ്പമില്ല. കാര്യം ഞാൻ പറയാനുള്ളത് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ അന്ന് എനിക്ക് പറയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴാണ് ഞാൻ ഇത് പറയേണ്ടത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഇപ്പം ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു. ഇപ്പം കഴിഞ്ഞ സാന്ദ്രയുടെ പടം ഷെയ്നായിരുന്നു നായകൻ. നമുക്കറിയാം, റീസെൻ്റ്ലി എല്ലാ സംഘടനയും 1-ാം ദിവസം ജാഗ്രത കാണിച്ചൊരു പ്രതികരണം സംഗതിയായിരുന്നു. ഷെയ്ൻ നിഗത്തിനെതിരെ ഒരു കത്ത് വരുന്നു, അതിനുശേഷമുള്ള പ്രതികരണം വരുന്നു. ഷെയ്ൻ നിഗം കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലഹരി റിലേറ്റഡ് ആയിട്ട് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന നടനെതിരെയുള്ള നടപടി അമ്മ അംഗത്വത്തിലേക്ക് എടുക്കാൻ വരുന്നു. അതിന് സംഘടന ചാടി പിടിച്ചൊരു വിഷയമായിരുന്നു. അപ്പം അന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവാവുന്ന ഒരു കാര്യമല്ലേ. ഒരു നടനെതിരെ ഒരു പ്രശ്നം വന്നാൽ എത്രയോ നടന്മാർക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു. ഇതെല്ലാം പൊതുസമൂഹത്തിലേക്ക് എത്താറുണ്ടോ? ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ കംപ്ലൈൻസ്. ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഷെയ്ൻ നിഗത്തിന്റെ മാത്രം കേസ് ഒരു വലിയ പ്രസ് മീറ്റ് കത്ത് പുറത്തു വരുന്നു. ഇതേപോലെ തന്നെ ഞാൻ കൊടുത്തൊരു കത്തും ഇതേപോലെ ലീക്ക് ആയിട്ടുണ്ട്. അന്ന് ഞാൻ ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. നമ്മൾ സംഘടനയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത് ലീക്ക് ആവുന്നത്? പ്രസ്സിൽ മീഡിയക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ അറിയില്ലേ? നമുക്ക് കൊടുക്കാറില്ല. എന്ത് പിന്നെ സംഘടനയെ കൊണ്ട് ഇത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് എല്ലാവരെയും താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുടുംബത്തിൽ തീർക്കേണ്ട കാര്യം കുടുംബത്തിൽ തന്നെ തീർക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടി നാട്ടുകൂട്ടം കൂട്ടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയല്ല അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത കംപ്ലൈന്റ് പോലും ഇപ്പം നമ്മളൊരു ആക്ടർക്ക് എഗെയിൻസ്റ്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ എന്തിനാണ് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തേണ്ട കാര്യമില്ല. അവർ ചെയ്തത് അവർക്ക് തെറ്റാന്ന് മനസ്സിലായാൽ മതി. അതുപോലെ അപ്പൊ ഷെയ്ന്റെ കാര്യത്തിലാണേലും അന്ന് എല്ലാവർക്കും മീഡിയനെ വിളിച്ചു കൂട്ടാനും ഇവൻ കഞ്ചാവാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ ഷെയ്നെ വെച്ചാണ് ഒരു സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്നോട് ചോദിക്കുന്നത് അവൻ കഞ്ചാവ് നിർത്തിയോ എന്നാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ വേറൊന്നും അല്ല ആർക്കും അറിയേണ്ടത്. കാര്യം എല്ലാവരുടെയും മനസ്സിൽ അവന്റെ ഇമേജ് അതായി മാറി. അങ്ങനെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ മകന്റെ പ്രായമുള്ള ഒരു പയ്യൻ. എല്ലാവർക്കും ഓരോ പ്രായത്തിൽ
പല സ്വഭാവം മാറി മാറി വന്നേക്കാം. അവന്റെ ഒരു പ്രായത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. അത് മാറാനുള്ളൊരു സമയം കൊടുക്കണ്ടേ? ഇവിടെ ആർക്കാണ് ഇതെല്ലാം ഉണ്ടാവാതിരുന്നിട്ടുള്ളത്? അപ്പൊ അതിന് ആ സമയത്ത് ഷെയ്നെ കൊണ്ടു നിർത്തി ഇത് ഇവൻ കഞ്ചാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രസ് മീറ്റ് വിളിച്ചതും ബഹളമുണ്ടാക്കിയതും ഒക്കെ അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ അന്നും അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ അകത്തല്ല, ഞാൻ വെളിയിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ വിളിച്ച് എല്ലാവരും ബഹളം ഉണ്ടാക്കി. അന്നും ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് സംഘടനയ്ക്കെതിരെ സംസാരിക്കുന്നതെന്ന്. ഞാൻ എതിരെയല്ല സംസാരിക്കുന്നത്, ചില കാര്യങ്ങൾ തിരുത്തപ്പെടണം, പുറത്തേക്ക് വരുന്ന കാര്യം. എനിക്ക് സംഭവിച്ചത് എനിക്ക് അറിയാവുന്നതാണ്. കാര്യം ഞാൻ കൊടുത്തൊരു കത്ത് ഇതേപോലെ തന്നെ ലീക്ക് ചെയ്തിട്ട് അവസാനം മീഡിയക്കാരുടെ കാല് പിടിക്കേണ്ടി വന്നു എനിക്ക്. അത് പുറത്തേക്ക് അത് ഇടരുത്, ആ ആക്ടറിനെ ഡാമേജ് ചെയ്യരുത്. കാര്യം എനിക്ക് എഗെയിൻസ്റ്റ് പ്രവർത്തിച്ച ഒരു ആക്ടറിനെ സംരക്ഷിക്കേണ്ട ചുമതലയായി എനിക്ക്. പിന്നെ മനസ്സിലായോ? അത് ഞാൻ അനുഭവിച്ച ഒരാളാണ്. രണ്ടാമത് വീണ്ടും ഈ ഒരു ആക്ടർക്ക് അത് സംഭവിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ അറിയാം ഒരു ഒഴുക്കൻ മട്ടിൽ പ്രതികരിക്കുന്നു, പിന്നെ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ സാന്ദ്ര ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇതിൽ 15-അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. 10 വർഷത്തിൽ കൂടുതലായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള ഒരാളാണ്, നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ സൂപ്പർ സ്റ്റാർസ് അടക്കമുള്ളവരുടെ സിനിമ ചെയ്തതാണ്. ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളത് ഈ പറയുന്നത് സാന്ദ്ര മനസ്സിലാക്കിയത് ഏത് രീതിയിലാണ്? ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പവർ ഗ്രൂപ്പ് ആണോ എന്നും ചോദിച്ചാൽ അല്ല. അത് കാലത്തിന്റെ പോക്കനുസരിച്ച് ഈ പവർ ഗ്രൂപ്പ് മാറിക്കൊണ്ടേയിരിക്കും. കുറച്ച് പേര്, പക്ഷെ ചിലർ അതിനകത്ത് സ്ഥായിയായിട്ടുണ്ടെങ്കിൽ പോലും ചിലര് കാര്യം ഇവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് മനസ്സിലാക്കി ചിലർ അതിലേക്ക് പിന്നെ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് 15 പേര് എനിക്കറിയില്ല, പക്ഷെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാര്യം അവർക്ക് മാത്രം കാര്യങ്ങൾ നടക്കുന്നു, അവർക്ക് മാത്രം സിനിമകൾ ചെയ്യാൻ പറ്റുന്നു, അവർക്ക് മാത്രം അവസരങ്ങൾ കിട്ടുന്നു, അവരുടെ മാത്രം സിനിമകൾ വിൽക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പവർ ഗ്രൂപ്പ് ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ ഒരു പവർ ടീം ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? അവരുടെ കൈകളിൽ മാത്രം അധികാരങ്ങൾ ഇരിക്കുന്നു, അവർ മാത്രം കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഒരു മാടമ്പി സ്വഭാവം എല്ലാവരിലുമുണ്ട്. അങ്ങനെയുള്ള ആളുകളിലെല്ലാം ഒരു മാടമ്പി, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള ആളുകളിൽ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ടോളറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. കാര്യം നമ്മൾ എന്തിനാണ്, ഞാൻ പലപ്പോഴും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറയും, ഓക്കെ, നിങ്ങൾ സീനിയർ ആയിരിക്കാം, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. എങ്കിൽ പോലും എന്നെ ശകാരിക്കാനും എന്നെ ഇങ്ങനെയൊന്നും പറയാൻ മാത്രം എൻ്റെ അച്ഛനോ അമ്മാവനോ ഒന്നും അല്ലല്ലോ എന്ന് ഞാൻ നേരിട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയാണ് മലയാള സിനിമയിലെ നായികമാര് അന്താരാഷ്ട്ര തലത്തിൽ ക്യാൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആളുകൾ ദേശീയ തലത്തിൽ ബോളിവുഡിലും തമിഴിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ കോർ സെക്ടറിൽപ്പെട്ട ഫിലിം ചേംബറിൻ്റെ തലപ്പത്തോ ട്രേഡ് ബോഡിയുടെ തലപ്പത്തോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തോ അങ്ങനെ ഒരു സ്ത്രീ പങ്കാളിത്തമില്ല. ഏതെങ്കിലും തരത്തിലൊരു മത്സരിക്കാൻ ഇറങ്ങിയ ഒരാളാണെങ്കിലും അവർ കൂട്ടത്തോടെ തോൽപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തോൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ട് നിൽക്കുന്നില്ല. അപ്പൊ അതിൽ പോലും ഒരു തരത്തിലുള്ള അട്ടിമറി ലോബിങ് ഉണ്ടെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും 100%. ഇപ്പൊ ഞാൻ 15 വർഷത്തോളമായി ഇവിടെ നിൽക്കുന്നത്. ഇത്രയും നാളായിട്ട് അവരെന്നെ ഒരു സ്റ്റേജിൽ പോലും വിളിച്ചു കയറ്റിയിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഒരു സ്റ്റേജിൽ പോലും എന്നെ പോട്ടെ, അവിടെ എത്രയോ സ്ത്രീകളുണ്ട്. ഇത്രയും സ്ത്രീകള് ഓരോ പരിപാടിക്ക് വിളിക്കുമ്പോഴും എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ നമ്മളോട് കാണിക്കുന്ന ഒരു അനുകമ്പ, ശരിക്കും ആ ഒരു സ്നേഹം എന്ന പേരിൽ കാണിക്കുന്ന നമ്മളോട് ഒരു അനുകമ്പയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് സ്ത്രീകള്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ജോലിക്കാരോട് കാണിക്കുന്ന ഒരു അനുകമ്പയുണ്ടല്ലോ, ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഒരു അതാണ് നമ്മളോട് കാണിക്കുന്നത് എന്ന് വെച്ച് നമുക്ക് ഈക്വൽ റെസ്പെക്ട് അവർ തരുന്നില്ല. വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 15 വർഷക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ തലപ്പത്തുള്ളവരുടെ കാളും എണ്ണത്തിലും സിനിമ ചെയ്തിട്ടുള്ള സാന്ദ്ര ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തുടർച്ചയായി, അതായത് ഒരു വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ഏറ്റവും കുറഞ്ഞത്
എടുത്തിട്ടുള്ള ഒരാളാണല്ലോ ഈ 15 വർഷം നോക്കിയാലേ. എന്നിട്ട് അവരുടെ മുന്നിൽ പോയി കൈകാല് പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ എനിക്ക് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. എന്നെ സഹായിക്കണം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി എനിക്ക് അങ്ങനെ നിൽക്കണ്ട, എനിക്ക് അവരുടെ കൈയും കാലും പിടിക്കണ്ട. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് നിർമ്മാതാക്കളുണ്ട്. കാര്യം ഇത് തന്നെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. എനിക്കൊരു പ്രശ്നം വന്നാൽ, എൻ്റെ ഡിസ്ട്രിബ്യൂഷന് പ്രശ്നം വരുമോ അല്ലെ എൻ്റെ പ്രൊഡക്ഷന് പ്രശ്നം വന്നാൽ ഞാൻ ഇവരെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ എന്ന്. ശരിയാണ്, ഇവരെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല കോമ്പറ്റീഷൻ കമ്മീഷനിലൊക്കെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അതിന് സമയവും കൂടെ വേണം. അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരത്തെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇതേ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴൊക്കെ ഈ പറയുന്ന ഓഫീസ് ബെയറായിട്ടുള്ള ചിലരെങ്കിലും മലയാള സിനിമയിൽ സ്റ്റാർ ഡ്രിവൺ ആവുന്നു. സൂപ്പർ താരങ്ങളുടെ പിന്നെ ഓരോ പ്രതിഫലം സിനിമ പരാജയപ്പെടുമ്പോഴും ഉയർത്തുന്നത് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. ഇൻഡസ്ട്രിയെ തളർത്തുന്ന 5 കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രധാനപ്പെട്ട പദവിയിലുള്ള നിർമ്മാതാക്കൾ, ചേംബറിൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തുള്ളവർ പറഞ്ഞ ആദ്യത്തെ കാരണങ്ങൾ താരങ്ങൾ ക്രമാതീതമായിട്ട് റെമ്യൂണറേഷൻ കൂടുന്നു, അല്ലെങ്കിൽ ഒരു കാരവൻ കൾച്ചർ. കാരവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരവൻ ഉപയോഗിക്കുന്നതല്ല, കാരവൻ ഉണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ട്, സമയത്തിന് ആർട്ടിസ്റ്റ് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു കോൾ ഷീറ്റ് സിസ്റ്റം നടപ്പാക്കാൻ പറ്റുന്നില്ല, കരാറില്ല, പ്രൊഫഷണൽ സിസ്റ്റം പോസിബിൾ ആവുന്നില്ല. ഇതേ അഭിനേതാക്കൾ ഇതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നിർമ്മാതാക്കളിൽ തന്നെ ആദ്യം വന്നേക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഇപ്പോൾ സൈലന്റ് ആയിട്ട് ഈ പറയുന്ന താരസംഘടനയ്ക്കോ താരങ്ങൾക്കോ വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു മലക്കുമറിച്ചിൽ എവിടെ മുതൽ ഉണ്ടായെന്ന് തോന്നുന്നു. ഈ 15 വർഷം സാന്ദ്ര ഇതിനെ ഫോളോ ചെയ്യുമ്പോൾ എവിടെ നിന്ന് മുതലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ, അതായത് ഈ താരങ്ങൾക്ക് വിധേയപ്പെട്ട് അവർക്കനുസരിച്ച് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു എന്നുള്ള സാഹചര്യം വന്നിട്ട് തോന്നില്ല. പലപ്പോഴും താരങ്ങൾക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കാനും അവരെ ചോദ്യം ചെയ്യാനും ആർജവം കാണിച്ചിട്ടുള്ള നിർമ്മാതാക്കൾ ഇവിടെ ഉണ്ട്. സുരേഷ് ഏട്ടനെ പോലെയുള്ള ആളുകൾ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർ ക്രമാതീതമായിട്ട് റെമ്യൂണറേഷൻ കൂട്ടുന്നതിന് എഗെയിൻസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും സൂപ്പർ താരങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ നിൽക്കുന്നവരായിരിക്കണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നവര്. ഇത് ആക്ടേഴ്സിന് ഡോറ് തുറന്നു കൊടുക്കുകയും കസേര വലിച്ചിട്ട് കൊടുക്കുകയും ആളെ തള്ളി മാറ്റി കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ എങ്ങനെ അവർക്ക് എഗെയിൻസ്റ്റ് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും? ഒരിക്കലും പറ്റില്ല. ഇപ്പം ഞാനൊരു കംപ്ലൈൻറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൊണ്ട് കൊടുത്താൽ അത് ഇവിടെ ബാക്കിയുള്ള ആളുകൾ അറിയുന്നതേക്കാൾ മുമ്പ് അമ്മയിലുള്ളവർ അറിയും എന്നുള്ളതാണ് ഇതിനകത്തെ ഫാക്ട് എന്ന് പറയുന്നത്. അത് ഗുരുതരമാണ്. അത് അമ്മയിൽ മാത്രമല്ല ഫിയോക്കിലും ഒക്കെ ഇതറിയാണ്. എല്ലാ സംഘടനയിലും ഒരുപോലെയാണ്. ഒരു സംഘടന പരാതി തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് അറിഞ്ഞു? അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും വിധേയപ്പെടുന്നത് സംഘടനകൾക്കും അമ്മയടക്കമുള്ള സംഘടനകൾക്ക്. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാര്യം ഇതിനകത്ത് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ആർജവമുള്ളവരില്ല എന്നല്ല അതിനർത്ഥം. ഉണ്ട്, പക്ഷെ അവരും ഒതുങ്ങി മാറി നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇവർ കുറച്ചാണ് കഴിയട്ടെ, എന്നിട്ട് ഞങ്ങൾ കയറാം. എന്നിട്ട് ഈ റൗണ്ട് അടിക്കലിന്റെ ഭാഗമായിട്ട് ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായി ഇരിക്കുന്നവർ ആക്ടേഴ്സിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ സാധാരണക്കാരായ നമ്മളെ പോലുള്ള മറ്റ് നിർമ്മാതാക്കളുടെ സെറ്റിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. നീതി കിട്ടാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, നമ്മളോട് പലപ്പോഴും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പലരും പെരുമാറാറ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനൊന്നും. ഇവര് തന്നെ ഇങ്ങനെയല്ലേ നിൽക്കുന്നേ. അപ്പോൾ നമ്മൾ എവിടെ പോയി കംപ്ലൈന്റ് പറയും? അല്ലെ നമ്മൾ എവിടെ പോയി ഒരു പരാതി പറയും? ഇപ്പൊ പലപ്പോഴും പല പ്രശ്നങ്ങളും ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ചാനലിന് കൊടുത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു ക്യാരവനിൽ വെച്ചൊരു മോശം അനുഭവം ഉണ്ടായി. അപ്പം തന്നെ എനിക്കൊരു 100 കോള് വന്നു. ആരാണ് അങ്ങനെ ചെയ്തത്? ആരാണ് ഇത്? എന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്ത് ചെയ്തില്ല? പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, അവര് ഹീറോ ആയതിനെ ഞാൻ സാൻഡ്ര അവരുടെ വലിക്കുന്നവിടത്ത് കയറി ചെന്നു എന്ന് പറഞ്ഞ് ബഹളമായേനെ. അപ്പൊ ഇത് എനിക്ക് അനുഭവമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഒരു സെറ്റില് ഞാൻ ഒരു ടീമിന്റെ കൂടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ടീമിലുള്ള ആൾക്കാർ പറയുന്ന സാൻഡ്ര അവരുടെ കൂടെ പോയി. ഞാൻ എന്ത് ചെയ്യും? ആസ് എ പ്രൊഡ്യൂസർ ഞാൻ എന്ത് ചെയ്യും? ഒരു നിർമ്മാതാവ് കയ്യിൽ നിന്ന് പൈസ മുടക്കിയ സിനിമ അവിടെ നമ്മുടെ എല്ലാം അവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ എന്തെങ്കിലും ഒരു കാര്യം കാര്യം കൊണ്ട് ഒന്ന് മുടങ്ങിയാൽ അല്ലെ കുറച്ച് ഡിലേ വന്നാൽ നഷ്ടം വരുന്നത് നമുക്കാണ്. അപ്പൊ അതുകൊണ്ട് നിസ്സഹായായിട്ടിരിക്കാനേ ഇതുള്ളൂ. ഇതൊക്കെ ഞാൻ
പലപ്പോഴും ഇപ്പം എല്ലാവരും സംഘടനയിൽ എല്ലാവരും ഇപ്പൊ സുഹൃത്തുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ ഇവരോടെല്ലാം ഞാൻ പറയാറുണ്ട്, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ എന്നോട് പറയും ഒരു കംപ്ലൈന്റ് എഴുതി ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയും. കംപ്ലൈന്റ് എഴുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവം അതിലും ദുരനുഭവമാണ്. അപ്പം എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇരിക്കുന്ന ഓഫീസ് വെയർഹൗസ് എല്ലാം ചേഞ്ച് ആവണം, പുതിയ ആൾക്കാർ വരണം. ബോഡി പോലൊരു സംഗതി വരുവാണെങ്കിൽ ഈ പറയുന്നവർ മാറേണ്ടതാണ് എന്ന് ചിന്തിക്കാവുന്ന ഒരു പൊതുവികാരം അതിലുണ്ടാവുക. കാരണം വെച്ചാൽ ഇവരെ ഞാൻ പറഞ്ഞ ഈ പേടിയുടെ പ്രശ്നം അവിടെ ഉണ്ടാവുമല്ലോ. ഇവരെങ്ങനെയാണോ താരങ്ങളെയും സംഘടനയെയും വിധേയപ്പെട്ട് നിൽക്കുന്നത്, ഇതേ സംഗതി അതിന് താഴെത്തട്ടില്ല. എനിക്കൊരു ഡേറ്റ് വേണം, എനിക്ക് നാളെ സിനിമ വേണം, എൻ്റെ സിനിമ നാളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന് ഇവരുടെ സഹായം വേണം, അതിന് ഇവരോട് വിധേയപ്പെട്ട് നിൽക്കണം എന്നുള്ള തോന്നലാണ് എല്ലാവർക്കും. കാര്യം ആർട്ടിസ്റ്റ് അവരുടെ കൺട്രോളിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരോട് വിധേയപ്പെട്ടാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. പക്ഷെ അതല്ലാതെ ഇപ്പൊ സ്വന്തമായിട്ട് വേറെ ബിസിനസ് ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ അല്ലാത്തവരുണ്ടായിരിക്കാം. പക്ഷെ ഒരു സിനിമ ചെയ്ത നിർമ്മാതാവ് തന്നെയാണ്. അവരെ നിർമ്മാതാവ് അല്ലാതെ കൂട്ടാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അസോസിയേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു 2-3 സിനിമകൾ ചെയ്ത ആൾക്കാരെ മാത്രമേ മെമ്പേഴ്സ് ആയിട്ട് കൂട്ടുകയുള്ളൂ. എന്നാൽ മറ്റവരുടെ എല്ലാം ഫണ്ട് ബിൽഡിംഗ് ഫണ്ടിലേക്കും ആ ഫണ്ടിലേക്കും ഈ ഫണ്ടിലേക്കും ഒക്കെ വേണം. ഫിനാൻസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ പലരെയും, അതായത് പല സിനിമകൾ ചിലപ്പോൾ വരിസംഖ്യ അടയ്ക്കാൻ മറന്നു പോയിട്ടുള്ളവരുണ്ടാവും, അവർ ഔട്ടായി പോയിട്ടുണ്ടാവും. മനസ്സിലാവും. ഈ അസോസിയേഷനിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ മെയ് മാസത്തിലാണ് ഇതിന്റെ വരിസംഖ്യ വരുന്നത്. ആ സമയത്ത് ഇവിടെ ഒന്നിൽ പുറത്ത് പോയേക്കാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൺട്രിയിൽ പോയേക്കാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതെ കിടക്കുകയാണെങ്കിലോ ഈ വരിസംഖ്യ അടയ്ക്കാൻ വിട്ടുപോയാൽ ഇതിന്ന് വരിന്ന് പുറത്തായി. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. ഈ എല്ലാ നിർമ്മാതാക്കളെയും നിർമ്മാതാക്കളായി തന്നെ കാണാത്തതിന്റെ ഒരു പ്രശ്നവും അവിടെ. കുറച്ചു പേര് മാത്രം ഇതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുക, ബാക്കിയുള്ളവരെല്ലാരും അടിമപ്പണി ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ലിസ്റ്റിൻ ഞാനെടുത്ത ഇന്റർവ്യൂവിൽ തന്നെ ലിസ്റ്റിൻ ഈ മലയാള സിനിമയിലെ മോശം പ്രവണതകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ് ഒരു 10 വർഷത്തിനിടയിൽ. അപ്പോൾ ലിസ്റ്റിനാണ് ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത്, അല്ല ട്രഷററായിട്ടുള്ളത്. ആൻഡോ ജോസഫ് നോക്കിക്കഴിഞ്ഞാലും 20 വർഷത്തിന് മേളിലായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഇങ്ങനെ പല തസ്തികകളിൽ ഉണ്ടായിരുന്ന ആളാണ്. ബി രാകേഷ് നിർമ്മാതാവും സഹനിർമ്മാതാവും വിതരണക്കാരനൊക്കെ ആയിട്ട് പല മേഖലയിലുള്ള ആളാണ്. ഞാൻ ഇവരാണല്ലോ ഈ കീ പൊസിഷനിൽ ഇരിക്കുന്നവർ. സത്യത്തിൽ സാന്ദ്ര ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മുന്നിലും മീഡിയയിലും ഇത് പറയേണ്ടി വന്ന സാഹചര്യം ഉള്ളത് ഇവരോടെല്ലാം സംസാരിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടാതെ വന്നുകൊണ്ടാണ്. ഇവര് സത്യത്തിൽ ഇങ്ങനെ 1 to 1 സംസാരിക്കും. എന്താ ശരിക്കും പ്രതികരിച്ചിരുന്നത്? അല്ല, ഞാൻ ഇത് വന്നതിന് ശേഷം എന്നെ ലിസ്റ്റിൻ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പം ലിസ്റ്റിൻ ആദ്യം ലിസ്റ്റിൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ സംഘടനയിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഈ സംഘടനയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്നെയാണെന്ന് പലരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ലിസ്റ്റിനെ മാത്രമല്ല, ലിസ്റ്റിനും ഉണ്ട് ആ കൂട്ടത്തിൽ, ലിസ്റ്റിനെ മാത്രമല്ല ബാക്കിയുള്ളവരും ഉണ്ടല്ലോ അതിനകത്ത്, അവരെല്ലാവരെയും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലിസ്റ്റിൻ എന്ന് പറയുന്ന ആള് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലിസ്റ്റിനാണ്. എനിക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ലിസ്റ്റിൻ. അത് ഇപ്പം ലിസ്റ്റിൻ എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കാം, എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ലിസ്റ്റിൻ. അപ്പം ലിസ്റ്റിൻ ഇതിന്റെ ഭാഗമായി മാറിയതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ലിസ്റ്റിൻ പറഞ്ഞ ശരിയാണ്, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ലിസ്റ്റിൻ വന്ന വഴികളും ലിസ്റ്റിൽ സ്ട്രഗിൾ ചെയ്ത രീതികളും ഒക്കെ നമുക്കൊക്കെ അറിയാം. ഇതിനെയൊക്കെ പൊരുതി നിന്നിട്ടുള്ള ഒരാളാണ്. തമാശ പറഞ്ഞാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ പൊരുതി നിന്നിട്ടുള്ള ഒരാൾ ഇന്ന് അവരുടെ കൂടി മിണ്ടാതിരിക്കുന്നു. അത് ലിസ്റ്റിൻ എന്ന വ്യക്തിയോട് നമുക്കൊരു ചെറിയ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരിക്കലും ഈ തുറന്നു പറച്ചിലുകളോ ഇതൊന്നും വ്യക്തിപരമല്ല. ആരോടും പേഴ്സണലി ഒരു ദേഷ്യമോ ഒന്നുമില്ല. ഇൻഡസ്ട്രി മെച്ചപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രൊഫഷൻ കൂടിയാണല്ലോ, എല്ലാവരും മുടക്കു മുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടി ചെയ്യുന്ന വ്യവസായം കൂടിയാണ്. അപ്പൊ ഇത് കൂടുതൽ മെച്ചപ്പെടാനാണ് കൂടുതൽ ആളുകൾ പറയുന്നത് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ.
അതെ, അങ്ങനെ തന്നെയാണ്. അപ്പം അത് അങ്ങനെ ആവട്ടെ എന്നാണ് ഇപ്പം എല്ലാവരും. ഇപ്പം ഒരുപാട് പേര് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ, കുറച്ച് പേരുടെ കയ്യിൽ മാത്രമല്ലാതെ എല്ലാവർക്കും സിനിമ ചെയ്യാൻ അവസരം കിട്ടട്ടെ. ഒരു പടം ചെയ്ത ആൾക്ക് പിന്നെയും പിന്നെയും പടം ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വരട്ടെ, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പം ചിലർക്ക് ഇങ്ങനെയൊക്കെയുള്ള കീ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പലരെയും സഹായിക്കാൻ പറ്റും. ആ സഹായഹസ്തവും കൂടെ അവർ ചെയ്യുന്നില്ല. അത് ചെയ്തിരുന്നെങ്കിൽ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്. ഇപ്പൊ പലപ്പോഴും നമുക്ക് സങ്കടം വരാറുണ്ട്. പല പ്രൊഡ്യൂസർ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. പല പ്രൊഡ്യൂസേഴ്സും ബസ്സിന് കയറി പോകാൻ കാശില്ലാതെ ഗൂഗിൾ പേ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ. അതെ, വലിയ ഹിറ്റ് സിനിമകൾ ചെയ്തേക്കുന്ന ആൾക്കാർ കേറി ഒരു വണ്ടിക്കാശ് ചോദിച്ചു വിളിക്കുകയും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ വിളിക്കുകയും എന്ത് ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള നിർമ്മാതാക്കളെ സഹായിക്കണം. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ താരസംഘടന ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി, അതിലുള്ള അംഗങ്ങളെ ഏതെങ്കിലും തരത്തിലൊരു അവശ്യ കലാകാരന്മാരൊക്കെ ആവുന്ന അല്ലെങ്കിൽ അനാരോഗ്യം മൂലം പെർഫോം ചെയ്യാൻ പറ്റാത്തവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. 5000 രൂപയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ പ്രൊഡ്യൂസേഴ്സിന് ഇതിനെ കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ ചെയ്യാവുന്ന കൂടിയുള്ളവരെ, അതായത് സിനിമ കൂടി ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു സാഹചര്യം ശരിക്കും ഇല്ല. അങ്ങനെ ഇല്ല. ഇവരെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വലിയൊരു 5 നില കെട്ടിടമൊക്കെ പണിത് അതിനകത്ത് AC ഇട്ട് അതിനകത്ത് ആളുകളെ വിളിച്ച് അവർ കഥയും കേട്ട് അവർ അതിനകത്ത് രാജാവിനെ പോലെ വാഴുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ പൈസയൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചൂടെ? എത്രയോ പേരെ സഹായിക്കാം. എത്രയോ വലിയ പ്രൊഡ്യൂസേഴ്സ് ഇന്ന് സിനിമ ചെയ്യാൻ പറ്റാതിരിക്കുന്ന എത്രയോ നിർമ്മാതാക്കളുണ്ട്. അവരെയൊക്കെ ഇപ്പൊ ഈ 5000 രൂപ എന്ന് പറഞ്ഞ ഈ കാലത്ത് എന്നാത്തിനുണ്ട്? ഇപ്പൊ അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിന്, അതായത് 60 വയസ്സിന് മുകളിലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഇത് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന 1000 രൂപയാണ്. 1000 രൂപ 2000 രൂപ എന്തിനുണ്ട്? ഈ 1000 അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും തികയത്തില്ല. അപ്പൊ അത് ഒരു 10000 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റണം. എന്തുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റായികയൊന്നുമില്ല. ആകെ 350-400 പേരല്ലേ ഉള്ളൂ. അതിൽ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർ എത്ര പേരുണ്ടാവും? പിന്നെ അതേപോലെ ഒരു അൺസർട്ടനിറ്റി ആയതുകൊണ്ട് ഇത് എല്ലാം ഇപ്പം ഈ പറയുന്ന ഓഫീസ് ബെയറേഴ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് ഒരിക്കലും ഈ ഓഫീസ് ബെയർ ആയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഇപ്പം ബുദ്ധിമുട്ടുന്നവരെ. അപ്പൊ അതുകൊണ്ടുകൂടി അങ്ങനെ ഒരു എനിക്ക് ആ ഒരു തലമില്ല അല്ലെ കൂട്ടത്തിൽ. ഓഫീസ് ബെയറേഴ്സിന് അത്യാവശ്യം അവർക്ക് അസുഖങ്ങൾ വരുമ്പം പലത് അവിടുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അല്ലാതെ ഉള്ള പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഇവരോട് ചോദിക്കാൻ പോലും പേടിയായിരിക്കും. ഇതെങ്ങനെയാണ്, കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലും കിട്ടുമോ, സഹായം കിട്ടുമോ എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തേക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും ഏതെങ്കിലും ഒരു രീതിയിൽ, കാര്യം അത് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണല്ലോ. അതേപോലെ ഇപ്പം ജനറൽ ബോഡിയുടെ സമയത്ത് ഈ പഴയ പ്രൊഡ്യൂസേഴ്സിനെ എന്താ പറയുക ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിൽ പോലും കുറച്ചു പേരെ കൂടെ കൂട്ടാം. ഒരു 5 പേരെ ഞാൻ തോന്നുന്നു ചെയ്യുന്നത്. 5 പേരിൽ കൂടുതലാക്കാം. കാര്യം ഇന്നുള്ള ഒരു നാളെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ചു പേരെ, ഇതൊക്കെ അവർക്ക് അവരുടെ ഫാമിലിയുടെ മുമ്പില് ഇപ്പൊ കാശ് പോയ നിർമ്മാതാക്കളാണ് 80 അല്ല 90% കാശ് പോയേക്കുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അവരുടെ ഫാമിലിയുടെ മുമ്പിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം കിട്ടുന്നത്. അത് ചെയ്തു കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തമിഴൊക്കെ നോക്കുന്നതിൻ്റെ അത്രയും ഒരു ടയർ സിസ്റ്റത്തിലല്ല ഇവിടെ താരങ്ങൾ. ഇവിടെ എങ്ങനെ പോയാലും ഒരു എല്ലാ ബിസിനസ്സും ഒരു 5 താരങ്ങൾക്കപ്പുറത്തേക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഒരു നാളെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായും ഈ പ്രധാനപ്പെട്ട താരങ്ങളിലേക്ക് ആക്സസ് ഉള്ളവർ, തുടർച്ചയായിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്നവർ കൂടിയാവണമല്ലോ. അത് ഇപ്പോഴും അതേപടിയാണോ? അതങ്ങനെ തന്നെയാണ്. തുടർച്ചയായിട്ട് സിനിമ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നവർ തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവർക്ക് സ്പേസ് കിട്ടുന്നില്ല. ഇപ്പം എനിക്കൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അതും ഈ അൺസർട്ടൺ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്കറിയില്ല അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരെ എന്നും പുകഞ്ഞ കൊള്ളിയായിട്ടാണല്ലോ. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഫ്രൈഡേ പോലുള്ള ഒരു സംഗതിയായിട്ട് വരുമ്പോഴും സാന്ദ്രയുടെ സ്വന്തം പ്രൊഡക്ഷനായി വരുമ്പോഴും ഒരു ഗംഭീരമായൊരു സ്ക്രിപ്റ്റ്, ഗംഭീരമായൊരു ഫിലിം മേക്കർ, നമ്മൾ നാഷണലി ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആയിട്ടൊക്കെ കാണുന്നതാണല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു സൂപ്പർ സ്റ്റാർസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ റൈറ്റ്സും ഒക്കെ കിട്ടുന്ന താരങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ പ്രൊഡ്യൂസർ മാറണമെന്ന ആവശ്യം വരുന്ന ഘട്ടം ഉണ്ടാവുമോ ശരിക്കും?
പ്രൊഡ്യൂസറെ വേറെ ആവാം, സിനിമ ഞാൻ ചെയ്യാം, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇഷ്ടംപോലെ പിന്നെ എത്രയോ പ്രാവശ്യം വേറെ നിർമ്മാത ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന മനീഷിനെ അറിയാവുന്ന ഒരു കേസും ഉണ്ടല്ലോ. അന്ന് ഞാൻ വളരെ വിഷമിച്ച് വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വരുന്ന പ്രോജക്റ്റ് ഒരു സുപ്രഭാതത്തിൽ വേറൊരാളുടെ കയ്യിലേക്ക് പോകും. അതൊക്കെ സിനിമയിൽ സാധാരണമായി മാറി എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ വിഷമത്തിലാണ് ലിസ്റ്റിന് ഇന്ന് ലിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിഷമത്തിലാണ് ലിസ്റ്റിൻ അസോസിയേഷനിൽ കയറി കഴിഞ്ഞ് ലിസ്റ്റിന് അവരുടെ ഒപ്പം കയറി അതേ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുന്നത്, കുറച്ചും കൂടെ ഇപ്പം ഈ പറയുന്ന ആക്ടേഴ്സിനെല്ലാം എല്ലാ നിർമ്മാതാക്കളായിട്ടും ബന്ധങ്ങളുള്ളവരാണ്. അപ്പം അവരെ വിശ്വസിച്ച് പണം മുടക്കിയ നിർമ്മാതാക്കൾക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമ കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ഇവർക്ക് ഇപ്പം ഇതിൻ്റെ ഇവര് പൈസ പറയുന്നത് തന്നെ ഒരു 70% ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനിലേക്ക് പോവുകയാണ്. 70% ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ലീഡ് ആക്ടർ റെമ്യൂണറേഷനിലേക്ക് ഒരു സിനിമയുടെ കോസ്റ്റിന്റെ 70% പോവുകയാണ്. പിന്നെ എന്തുണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ? പ്രൊഡക്ഷനിൽ പോട്ടെ, ബാക്കി ടെക്നീഷ്യൻസ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റ്, ഇവർക്കൊന്നും കൊടുക്കാൻ പൈസ ഇല്ല. പിന്നെ നിർമ്മാതാക്കളെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ സുരേഷ് ഷേണായി പറയുന്നുണ്ടായിരുന്നു, മലയാള സിനിമ, പുള്ളി ഒരു എക്സിബിറ്റർ കൂടിയാണല്ലോ, പുള്ളി പറയുന്നുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയുടെ ക്രൈസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 70 to 80% സ്റ്റാർസ് വരുവാണ്. അങ്ങനത്തെ സിനിമ സംഭവിക്കണമെങ്കിൽ അവർ വല്ല പ്രോഫിറ്റ് ഷെയർ ക്ലെയിം ചെയ്യും, എന്നിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് കൂട്ടാൻ നോക്കൂ എന്ന് പറഞ്ഞത്. ശരിക്ക് എല്ലാ കാലത്തും ഇൻഡസ്ട്രിയിൽ പറയുന്ന സിനിമയാണ്, നല്ലൊരു സിനിമ ആലോചിച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ്റെ 90% പോകും. എന്നാൽ ഈ സിനിമ വിറ്റെടുക്കാൻ ഈ പേര് ചിലപ്പോൾ ഉപകരിക്കും ചെയ്യില്ല. ഇവിടെ ഇപ്പം ഏത് സ്റ്റാർസ്, ഇപ്പം നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ പടം മുതൽ ഇന്നലെ വന്ന ആക്ടറുടെ സിനിമയാണെങ്കിലും അത് സാറ്റലൈറ്റോ OTT ഒരു ബാർഗെയിനിങ് പവറിലേക്ക് പോകണമെങ്കിൽ അത് തിയേറ്ററിൽ ഓടണം എന്നുള്ള അവസ്ഥ. ഇന്ന് അതില്ല കേട്ടോ. ഇന്ന് ആ ബാർഗെയിനിങ് പവർ ഇല്ല. ഇന്ന് കാലുപിടുത്താണ്. ഇന്ന് കാര്യം ഞാനിപ്പോ ഇത്രയും നാളായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഉള്ള സ്ഥിതി എന്താന്ന് വെച്ചാൽ, എന്റെ പടം എടുക്കുവോ പ്ലീസ്, എന്റെ പടം എടുക്കുവോ, ഇതാണ് സ്ഥിതി. പണ്ടൊക്കെ നോക്കട്ടെ, അപ്പുറത്തുനിന്ന് അവര് പറഞ്ഞിട്ടുണ്ട്, ഇതായിരുന്നു ഒരു പ്രൊഡ്യൂസർ, അതായത് അവരൊരു ഓഫർ തന്നിട്ടുണ്ട്, അത് നോക്കട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഓഫർ ഉണ്ട് എന്ന് പറയായിരുന്നു. ഇന്ന് ഓഫറേ ഇല്ല. 100 കോടി പടം പോലും ബാർഗെയിനിങ് പവർ ഇല്ലാതെ അവർ പറയുന്ന അമൗണ്ടിന് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇന്നത് എല്ലാം മാറി, ഇന്നത്തെ സിറ്റുവേഷനേ മാറി. പക്ഷെ എന്നാലും ഇവരുടെ ഒന്നും റെമ്യൂണറേഷൻ കൂടുന്നതല്ലാതെ കുറയുന്നത്. കൂടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10%ഓ 20%ഓ പോലും അല്ല കൂടുന്നത്. കൂട്ടുന്നത് 30-40%ലേക്കാണ് കൂട്ടുന്നത്. അതുപോലെ എനിക്കൊന്ന് കോവിഡ് വന്ന സമയത്ത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട ആരോടും പറയായിരുന്നു, കോവിഡിന് ശേഷം സിനിമ താഴേക്ക് പോകുന്നു, പിന്നെ ഓക്യുപ്പൻസി പകുതിയായി. പക്ഷേ സംഭവിച്ചത് വെച്ചാൽ കോവിഡ് കഴിഞ്ഞ തൊട്ട് പിന്നാലെ സ്റ്റാർസ് ഡബിൾ ചെയ്തു റെമ്യൂണറേഷൻ. എല്ലാവരും നേരത്തെ വാങ്ങിച്ച അങ്ങനെ ഒരു സിനാരിയോ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു നിർമ്മാതാവിന് കാശ് കിട്ടരുത്. ഏത് സിനിമയും എടുത്തു നോക്കിക്കോളൂ, ഒരു ആർട്ടിസ്റ്റിനല്ലാതെ ഒരു സിനിമയിലും 100 കോടി അടിച്ച പടമാണെങ്കിൽ പോലും അതിന്റെ മെയിൻ ലീഡ് ആക്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടാവുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരിക്കലും നിർമ്മാതാവിന് ഈ 100 കോടി എന്നൊക്കെ പറയുമ്പോൾ നിർമ്മാതാവിന് എത്ര രൂപ കിട്ടും? അപ്പൊ അതിൽ തന്നെ പലതായിട്ട് പോയി കഴിഞ്ഞാൽ 100 കോടി 75 കോടി കയ്യിലുള്ള പ്രൊഡ്യൂസറായിട്ട് ആളുകളെ കാണുന്നത്. പക്ഷെ ഇതിൽ 30 കോടിക്ക് താഴെ ഒരു നിർമ്മാതാവിന് കിട്ടുള്ളൂ. അതിൽ തന്നെ ഈ സിനിമയുടെ കോസ്റ്റും കഴിഞ്ഞ് ബാക്കിയുള്ള കലാപരിപാടികളും എല്ലാം കഴിഞ്ഞ് ഒരു നിർമ്മാതാവിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന പൈസയെക്കാളും കുറവായിരിക്കും അത്. ഏത് നിർമ്മാതാവുണ്ട് ഇന്ന് 100 കോടിയായിട്ട് നടക്കുന്നത്? അല്ലാതെ ഇങ്ങനെ കൂടി ഉണ്ടല്ലോ, ഇപ്പം മറ്റ് ഇൻഡസ്ട്രിയിൽ സിനിമ മാത്രം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ആ ഇൻഡസ്ട്രി അതൊരു പ്രൊഫഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്. മലയാളത്തിൽ അങ്ങനെ സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്രൊഡ്യൂസർക്ക് സർവൈവ് ചെയ്യുന്ന സിനാരിയോ ഉണ്ടോ ഇല്ലയോ? എന്താ, നമ്മളൊക്കെ അങ്ങനെ നിൽക്കുന്നവരാണ്. പക്ഷെ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇപ്പം അസോസിയേഷനിലുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ വേറെ ഒരു ബിസിനസ്സും ആരും സിനിമ റിലേറ്റഡ് ബിസിനസ്, സിനിമയെ തന്നെയാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ശുഭപ്രതീക്ഷയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സിറ്റുവേഷൻ മാറും, അല്ലെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ഹിറ്റ് കിട്ടും എന്നുള്ളതാണ് എല്ലാ നിർമ്മാതാക്കളും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ്
പടം ഒന്നുമില്ലാണ്ട്, അതായത് കടത്തിന്റെ പുറത്ത് കടമായിട്ടിരിക്കുന്നവരും അടുത്ത പടത്തിലേക്ക് പോകുന്നതിന്റെ കാര്യം, നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ, പടം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷെ ഇതൊരു ഗാംബ്ലിംഗ് പോലെയാ. പിന്നെയും അടുത്തേല് ചിലപ്പോ കിട്ടിയാലോ, അടുത്തേലടിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലാ എല്ലാരും. ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെമ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വന്നാ മതി. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ? അല്ല, നീ ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്, അവരോട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നീ ആലോചിച്ചിട്ട് ഒന്ന് വന്നാ മതി. ഇപ്പം പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും രണ്ടാമത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, നമ്മളിത് എത്ര കണ്ടതാന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എളുപ്പമല്ല.